അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് നീ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെ കാക്കണേ അല്ലാഹ്. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരണം എന്നൊരു സത്യം അത് എല്ലാവരും തേടിയെത്തുന്ന ഒന്നാണ്. ആ മരണത്തിന് മുമ്പ് ഈ ഭൂമിയിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കരങ്ങൾ കൊണ്ട് എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക, അല്ലേ? അപ്പൊ മരണത്തിന് മുമ്പ് നമുക്ക് എന്തെല്ലാം നല്ല പുണ്യ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ നന്മകൾ നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആൾക്കാരുടെ നന്മകൾ മാത്രം നമ്മൾ എടുത്ത് പറയുക. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. മരണം ഒരിക്കലും ഒരാളോട് അനുവാദം ചോദിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒന്നല്ല മരണം. പക്ഷെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുക, പടച്ചവനെ ഈ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവരെയും കാക്കണേ അല്ലാഹ് എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരൊക്കെ നീ കാക്കണേ പടച്ചവനെ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളെല്ലാവരും കണ്ടതാണ് നവാസിക്കയുടെ മരണം. അദ്ദേഹം നല്ല ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു. കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കുടുംബത്തെ സംരക്ഷിക്കുന്ന നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. മതകാര്യങ്ങളിൽ ചിട്ടയുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മഹല്ലിലെ ഉസ്താദ് പറഞ്ഞതായി നമ്മളൊക്കെ കേട്ടതാണ്. നവാസിക്ക നല്ല ഒരു മനസ്സിന്റെ ഉടമയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, മതകാര്യങ്ങൾ വളരെ ചിട്ടയുള്ള നല്ല ഒരു മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ റമളാൻ വന്നാൽ ഒരുപാട് ദാനധർമ്മങ്ങൾ അദ്ദേഹം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. എല്ലാവർക്കും തന്റെ തിരക്കേറിയ ജീവിതത്തിൽ പോലും ആ പള്ളിയിലെ ഉസ്താദുമായി ഫോണിലൂടെയൊക്കെ ബന്ധപ്പെടുകയും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുകയും അങ്ങനെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന നല്ല മനുഷ്യനായിരുന്നു. ഒരുപാട് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് മനുഷ്യർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന നല്ല ഒരു വ്യക്തിയായിരുന്നു. എല്ലാ മനുഷ്യരോടും സ്നേഹവും കാരുണ്യവും കരുണയുമുള്ള നല്ല ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പടച്ചവനെ അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതത്തെ സന്തോഷകരമാക്കണേ അല്ലാഹ് എന്ന് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അതുപോലെ അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും നല്ലത് നീ നൽകണേ അല്ലാഹ് എന്ന് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം ഈ സദസ്സിൽ വെച്ച്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഞാനിപ്പോ നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. പക്ഷെ ഇന്ന് കാണാൻ പറ്റുമ്പോൾ യാതൊരു ഗ്യാരണ്ടി നാളെ നമ്മൾക്ക് എന്തുണ്ടാകുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല, അല്ലേ? എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും നമുക്കറിയാം ഈ സമൂഹത്തിൽ ഒരുപാട് സമ്പന്നന്മാരുണ്ട്, കോടീശ്വരന്മാരുണ്ട്, വലിയ വലിയ നേതാക്കന്മാരുണ്ട്, രാജ്യങ്ങളുടെ ഭരണാധികാരികളുണ്ട്. അവർക്കൊന്നും ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് അവർക്ക് പറയാൻ കഴിയുകയില്ല. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുമെങ്കിൽ നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാൻ കഴിയുമെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള മരുന്നുകൾ നമ്മൾ നോക്കുന്നതാണ്, അല്ലേ? നാളെ മരണമുണ്ടോ ഇല്ലയോ ആർക്കറിയാൻ കഴിയുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കൂടുതൽ ലോകം പുരോഗമിച്ചിട്ട് നാളെ ഞാൻ മരിക്കുമോ ഇല്ലയോ എന്ന് ഒരിക്കലും ഒരു മനുഷ്യന് പറയാൻ കഴിയുന്നതല്ല. പക്ഷെ നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പടച്ചവനെ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നീ ആയുരാരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മാഫ് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് നീ പൊതിയണേ അല്ലാഹ് എന്ന് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അവ നാളത്തെ കാര്യം ഒരിക്കലും ഒരു മനുഷ്യന് പറയാൻ പറ്റാത്തതാണ്. ഒരിക്കലും അവൻ അറിയാൻ കഴിയുകയില്ല. എത്ര ലോകം പുരോഗമിച്ചാലും നാളെ അവൻ മരിക്കുമോ ഇല്ലയോ ഒരിക്കലും അവന് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, മരണം എന്നൊരു സത്യം അതെല്ലാവരെയും പിടികൂടുന്നതാണ്. എല്ലാവരുടെയിലേക്കും അത് അനുവാദമില്ലാതെ കടന്നു വരുന്ന ഒന്നുകൂടിയാണ്. പക്ഷെ നമുക്കുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കാം, പടച്ചവനെ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവരെയും കാക്കണേ അല്ലാഹ് എന്ന് നമുക്ക് ദുആ ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. അർഹമർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം